രാഷ്ട്ര വിഭജനത്തിന് തൊട്ടു പിന്നാലെ ആരംഭിച്ചതാണ് കശ്മീരിൽ പാകിസ്ഥാന്റെ ഇടപെടൽ. രണ്ടു രാഷ്ട്രങ്ങളും പിറന്ന് 3 മാസം തികയും മുൻപാണ് ജമ്മു കാശ്മീരിലെ രാജാവിനെ ബന്ദിയാക്കി പാകിസ്ഥാനിൽ ലയിപ്പിക്കാനുള്ള ആദ്യ നീക്കം നടന്നത്. പാക് സൈന്യത്തിന്റെ പിന്തുണയോടെ നടന്ന ആ ദൗത്യം തകർക്കാൻ നേതൃത്വം നൽകിയത് ഒരു മലയാളിയാണ്. സ്റ്റേറ്റ് സെക്രട്ടറി VP മേനോനാണ് പ്രത്യേക വിമാനത്തിൽ പറന്നിറങ്ങി കശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമാക്കിയത്. ജമ്മു കാശ്മീരിനെ പാകിസ്ഥാനിൽ ലയിപ്പിക്കാനുള്ള ശ്രമത്തിൽ ആയിരങ്ങൾക്കാണ് ജീവൻ നഷ്ടമായത്. 3000 തദ്ദേശീയരെ ഒറ്റ ദിവസം തന്നെ വധിച്ച സംഭവം വരെ ഇതിനിടയിലുണ്ടായി. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. കശ്മീരിലെ അശാന്തിയുടെ പതിറ്റാണ്ടുകൾ. 1947 ഒക്ടോബർ 22. ഇന്ത്യയും പാകിസ്ഥാനും നിലവിൽ വന്നിട്ട് 2 മാസം കഴിഞ്ഞതേയുള്ളൂ. പാകിസ്ഥാൻ സൈന്യം ഇന്ത്യക്കെതിരായ നീക്കം ആരംഭിച്ചത് ആ ദിവസമാണ്. ജമ്മു കാശ്മീരിലെ പത്താൻ ഗിരിവർഗക്കാരെ മുന്നിൽ നിർത്തി കലാപം തുടങ്ങി. മുസാഫറാബാദിൽ കൊലയും കൊള്ളിവയ്പും നടത്തി. ചലം നദീതീരത്തെ രാജപാത വഴി ഉറി പട്ടണത്തിലേക്ക് കയറി. പ്രദേശത്തെ കണ്ണിൽ കണ്ട വീടുകൾക്കെല്ലാം തീയിട്ടു. സ്ത്രീകളെ ബലാത്സംഗം ചെയ്തെന്ന് നിരവധി പരാതികളുണ്ടായി. പുരുഷന്മാരെ വെട്ടിയും വെടിവച്ചും കൊന്നു. മഹൂരയിലെ വൈദ്യുത നിലയം ആക്രമിച്ചു തകർത്തു. ശ്രീനഗറിനെ ഇരുട്ടിലാക്കുകയായിരുന്നു ലക്ഷ്യം. ശ്രീനഗർ വളഞ്ഞ് രാജാവിനെ പിടികൂടുക എന്നതായിരുന്നു ഈ സംഘത്തിന്റെ വലിയ പദ്ധതി. അതോടെ രാജാവ് പാകിസ്ഥാന്റെ സഹായം അഭ്യർത്ഥിക്കുമെന്നും കശ്മീരിനെ പാകിസ്ഥാനിൽ ലയിപ്പിക്കാമെന്നുമായിരുന്നു കണക്കുകൂട്ടൽ. പാകിസ്ഥാൻ സൈന്യം ഓപ്പറേഷൻ ഗുൽമാർഗ് എന്ന് പേരിട്ട പദ്ധതി തയ്യാറാക്കി. മേജർ ജനറൽ അക്ബർ ഖാൻ ആയിരുന്നു നേതൃത്വം. മുസാഫറാബാദ് പിന്നിട്ട് ഡോമലും കടന്നു വന്ന സംഘത്തെ ബ്രിഗേഡിയർ രാജീന്ദർ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ജമ്മു കാശ്മീർ പ്രവിശ്യ സേന നേരിട്ടു. 150 പേരുടെ ഈ ബറ്റാലിയനാണ് ഉറിക്ക് സമീപമുള്ള പാലം തകർത്ത് മറുവശത്തു നിന്നുമുള്ള വരവിനെ ഫലപ്രദമായി തടഞ്ഞത്. ധീരമായ ഏറ്റുമുട്ടലിൽ ജീവൻ നഷ്ടമായ ബ്രിഗേഡിയർ രാജീന്ദർ സിംഗിനാണ് ഇന്ത്യയുടെ ആദ്യത്തെ മഹാവീരചക്രം പ്രഖ്യാപിച്ചത്. പാകിസ്ഥാൻ സംഘത്തിന്റെ പ്രതീക്ഷകൾ തെറ്റിച്ച ഇടപെടലാണ് കശ്മീർ രാജാവ് നടത്തിയത്. രാജാവ് സഹായം ആവശ്യപ്പെട്ടത് ഇന്ത്യ സർക്കാരിനോടാണ്. ഷേഖ് അബ്ദുള്ള ഡൽഹിയിലെത്തി പണ്ഡിറ്റ് നെഹ്റുവിനെ കണ്ട് നേരിട്ട് സഹായം അഭ്യർത്ഥിച്ചു. ഇതിനായി ഡൽഹിയിലെത്തിയത് ഒക്ടോബർ 24. 25 തന്നെ കര വ്യോമസേന ഉന്നതർക്കൊപ്പം ശ്രീനഗറിൽ പറന്നിറങ്ങിയത് സ്റ്റേറ്റ് സെക്രട്ടറി VP മേനോനായിരുന്നു. കശ്മീരിന്റെ മഹാരാജാവ് ഹരി സിംഗ്, പ്രധാനമന്ത്രി മെഹർ ചന്ദ് മഹാജൻ അന്ന് കശ്മീരിന്റെ മുഖ്യമന്ത്രിയല്ല പ്രധാനമന്ത്രിയായിരുന്നു. ഇവരുമായി VP മേനോൻ കൂടിക്കാഴ്ച നടത്തി. VP മേനോൻ നിർദ്ദേശിച്ചതനുസരിച്ച് രാജാവ് ശ്രീനഗറിൽ നിന്നും ജമ്മുവിലേക്ക് മാറി. ഇന്ത്യൻ യൂണിയനിൽ ചേരാനുള്ള സമ്മതപത്രത്തിൽ രാജാവ് ഒപ്പുവെച്ചു. ഷേഖ് അബ്ദുള്ളയുടെ കീഴിൽ പെട്ടെന്ന് സർക്കാർ രൂപീകരിക്കണമെന്ന നിർദ്ദേശവും രാജാവ് അംഗീകരിച്ചു. ഇതിനിടയിലാണ് ബാരാമുള്ളയിൽ ഏറ്റവും വലിയ കൂട്ടക്കൊലകളിൽ ഒന്ന് നടന്നത്. പാക് സംഘത്തിന്റെ പിന്തുണയോടെയുള്ള ആക്രമണത്തിൽ 3000 പേർക്കാണ് അന്ന് ജീവൻ നഷ്ടമായത്. ഇന്ത്യൻ യൂണിയനുമായുള്ള സംയോജന കരാറിൽ രാജാവ് ഒപ്പുവെച്ച ദിവസമായിരുന്നു ബാരാമുള്ളയിലെ കൂട്ടക്കൊല. ഇതോടെ ഡൽഹിയിൽ നിന്ന് ലഫ്റ്റനന്റ് K രഞ്ജിത് റായിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സൈന്യം ശ്രീനഗറിൽ പറന്നിറങ്ങി. പാകിസ്ഥാന്റെ ഓപ്പറേഷൻ ഗുൽമാർഗിന് ബദലായി ഇന്ത്യ ഓപ്പറേഷൻ ജാക്ക് അഥവാ ഓപ്പറേഷൻ ജമ്മു ആൻഡ് കാശ്മീർ പ്രഖ്യാപിച്ചു. ബാരാമുള്ളയ്ക്കടുത്തുണ്ടായ ഏറ്റുമുട്ടലിൽ രഞ്ജിത് റായ് കൊല്ലപ്പെട്ടു. പിന്നീട് K രഞ്ജിത് റായ്ക്കും ഇന്ത്യ മഹാവീരചക്രം പ്രഖ്യാപിച്ചു. ഒക്ടോബർ 30 ഷേഖ് അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ രൂപീകരിക്കുന്നത്. ഇതോടെ കശ്മീരിലെ നിയന്ത്രണം പൂർണ്ണമായും ഇന്ത്യൻ സൈന്യം ഏറ്റെടുത്തു. ശ്രീനഗർ വിമാനത്താവളത്തിനടുത്തുള്ള ബദ്ഗാമിൽ നിന്ന് ഇന്ത്യൻ സൈന്യത്തിന്റെ തിരിച്ചടി ആരംഭിച്ചു. ഷലാട്ടങ്ങിൽ ഇന്ത്യൻ സേന പാക് സംഘത്തെ തകർത്തു. ഇന്ത്യൻ ആക്രമണത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടമായി. കടന്നുകയറി വന്ന സംഘത്തിലെ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് രക്ഷപ്പെട്ട് പാകിസ്ഥാനിലേക്ക് പോകാൻ സാധിച്ചത്. നവംബർ 13 ആയപ്പോഴേക്കും ഇന്ത്യൻ സൈന്യം ഉറി വരെ എത്തി വീണ്ടും ആധിപത്യം ഉറപ്പിച്ചു. പിൻവാങ്ങിയവർ പൂഞ്ച് ജംഗീറിൽ തമ്പടിച്ചു. മഞ്ഞുകാലം തുടങ്ങിയതിനാൽ ഇരു സൈനിക വിഭാഗത്തിനും പിന്നീട് മുന്നേറാൻ കഴിഞ്ഞില്ല. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ലിയാഖത്ത് അലി ഖാൻ ഡൽഹിയിൽ പറന്നെത്തി ചർച്ച നടത്തി. പക്ഷേ പാകിസ്ഥാൻ ഉന്നയിച്ച ആവശ്യങ്ങൾ ഇന്ത്യ അംഗീകരിച്ചില്ല. ചർച്ച പരാജയപ്പെട്ടു. സ്വാതന്ത്ര്യം കിട്ടി 4.5 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ വിഷയം ഇന്ത്യ രാജ്യാന്തര തലത്തിൽ ഉന്നയിച്ചു.
ജമ്മു കാശ്മീരിൽ പാകിസ്ഥാൻ നടത്തുന്ന ഇടപെടൽ അവസാനിപ്പിക്കാൻ നടപടിയെടുക്കണമെന്ന് സെക്യൂരിറ്റി കൗൺസിലിനോട് ഇന്ത്യ ആവശ്യപ്പെട്ടു. 1947 ഡിസംബർ 31 ആരംഭിച്ചതാണ് ഈ വിഷയം ഉന്നയിച്ചുള്ള ഇന്ത്യയുടെ രാജ്യാന്തര ഇടപെടലുകൾ. രണ്ടു രാജ്യങ്ങളും പിറന്നപ്പോൾ തന്നെ തുടങ്ങിയതാണ് കശ്മീരിനെ ലക്ഷ്യമിട്ടുള്ള പ്രകോപനങ്ങൾ. പാകിസ്ഥാനിൽ രാഷ്ട്രീയ അസ്ഥിരതയുണ്ടാകുമ്പോൾ ശ്രദ്ധ തിരിക്കാനും അധികാരം പിടിക്കാനുമെല്ലാം ഉപയോഗിക്കുന്നത് ജമ്മു കാശ്മീരിനെയാണ്. അന്നും ഇന്നും വിഷയം ഒന്നു തന്നെയാണ്. പാകിസ്ഥാൻ നടത്തുന്ന ആക്രമണങ്ങൾ, പൂർണ്ണ യുദ്ധങ്ങൾ തന്നെ നടന്നു. കാർഗിലും പുൽവാമയും വരെ സംഭവിച്ചു. ആണവായുധ ശേഷിയുള്ള രണ്ടു രാഷ്ട്രങ്ങളാണ് അപ്പുറവും ഇപ്പുറവും നിൽക്കുന്നത്. വ്യാപാര കരാർ റദ്ദാക്കിയതോ വ്യോമപാത അടച്ചതോ നദീജല കരാർ ഇല്ലാതാക്കിയതോ ഒക്കെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മറ്റു രീതിയിൽ പരിഹരിക്കാൻ കഴിഞ്ഞേക്കും. എന്നാൽ നികത്താൻ കഴിയാത്തത് 1947 ഒക്ടോബർ 22 മുതൽ ഇരു ജനതയിലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വിടവാണ്. അതാണ് യഥാർത്ഥ പ്രശ്നം. സ്പോട്ട്ലൈറ്റിനെ മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം.